ഇന്നും തെരുവിലിറങ്ങിയുള്ള ഒരു പ്രതിഷേധം അത് സ്വാഭാവികം തന്നെയാണ് ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളത്. മറ്റൊന്ന്, ഈ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്ത് എഴുതിയിട്ടുണ്ട് പത്മ അവാർഡ് ജേതാക്കൾ. ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള സമയമൊക്കെ തേടിയിട്ടുണ്ടായിരിക്കും. ഇനി എന്താകും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുള്ള നടപടികൾ, നീക്കുപോക്കുകൾ? രജനി, സംസ്ഥാനത്ത് അതായത് പശ്ചിമ ബംഗാളിലെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങൾ, മെഡിക്കൽ കോളേജുകൾ, അതോടൊപ്പം തന്നെ ആശുപത്രികൾക്ക് സംരക്ഷണം ഒരുക്കണം എന്ന ഒരു നിർദ്ദേശം പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഇതിനകം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതോടൊപ്പം തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ എന്നിവരുമായി കൂടിക്കാഴ്ചയ്ക്ക് പശ്ചിമ ബംഗാൾ ഗവർണർ സമയം തേടിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇന്നിപ്പോൾ രാജ്യവ്യാപകമായ പ്രതിഷേധം ഇന്നും തുടരുമെന്ന് മെഡിക്കൽ സംഘടനകൾ, ആരോഗ്യ സംഘടനകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിർമ്മാൺ ഭവന്റെ മുന്നിലാണ് പ്രതിഷേധം വീണ്ടും ആരംഭിക്കാൻ പോകുന്നത്. അത് അവസാനിച്ചിട്ടില്ല. OPD ഉൾപ്പെടെ സൗജന്യമായി നിർമ്മാൺ ഭവന്റെ മുന്നിൽ നടത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാകും ഇന്ന് നടത്തുക എന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഭാരതത്തിലെമ്പാടും ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പുവരുത്തണം, അതിനായി പ്രത്യേക നിയമനിർമ്മാണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി നടക്കുന്നത്. ഇന്നലെ വൈകുന്നേരം കൊൽക്കത്തയിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായിരുന്നു. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ പ്രതിഷേധത്തിന്റെ സ്വഭാവം തന്നെ പല സ്ഥലത്തും മാറുന്നുണ്ട്. എന്തായാലും ഇന്നും രാജ്യവ്യാപകമായ പ്രതിഷേധം നടത്തുമെന്നാണ് ആരോഗ്യ സംഘടനകൾ, ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകൾ വിശദീകരിച്ചിട്ടുള്ളത്. അതിനിടയിൽ മറ്റൊരു നീക്കം നടന്നിരിക്കുന്നത് പത്മ അവാർഡ് ജേതാക്കൾ, അതായത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പത്മ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ഏതാണ്ട് 70ഓളം പേർ കഴിഞ്ഞ ദിവസം രാത്രി പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഭാരതത്തിലെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പത്മ ജേതാക്കൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത്. ശരി, ഏതായാലും യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തമാവുക തന്നെയാണ്. രാജ്യത്ത് ആകമാനം ഡോക്ടർമാരുടെ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നും പ്രതിഷേധ സമരം നടക്കാൻ പോകുക തന്നെയാണ്. അതിനിടയിൽ മമതാ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കൊല്ലപ്പെട്ട ഡോക്ടറുടെ അമ്മ രംഗത്തെത്തിയിരിക്കുന്നു. ഈ പ്രതിഷേധങ്ങളെയൊക്കെ തന്നെ അടിച്ചമർത്തുവാനാണ് മമതാ സർക്കാർ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തതെന്നുമാണ് അമ്മ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഈ ഒരു കേസ് സുപ്രീം കോടതിയിൽ വരെ എത്തിയിരിക്കുന്നു. നാളെ സുപ്രീം കോടതിയിൽ ഈ കേസ് വിഷയത്തിൽ സ്വമേധയാ ഇടപെട്ട കേസ് നാളെ പരിഗണിക്കും. അതുപോലെ തന്നെ ഗവർണർ ആനന്ദബോസ് ഇന്ന് ആഭ്യന്തരമന്ത്രിയുമായും അതുപോലെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിട്ടുമുണ്ട്. വിശദമായ റിപ്പോർട്ടാണ് ഗൗതം അനന്തനാരായണൻ നൽകിക്കൊണ്ടിരുന്നത്.